വിസ്മയ കൊലക്കേസിൽ പ്രതി കിരൺ കുമാറിന് ജാമ്യം ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്തൃവീട്ടിൽ വിസ്മയ ജീവൻ ഒടുക്കിയത് 2021 ജൂണിൽ. ഡോക്ടർ ഹാരിസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇടതു നേതാക്കൾ. ഹാരിസിന്റെ വിമർശനം പ്രതിപക്ഷത്തിന് ആയുധമായെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളിൽ കുനിഷ്ട് തോന്നിയില്ലെന്ന് ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ കാര്യമുണ്ടെന്ന് ഡോക്ടർ ഹാരിസ്. ഹാരിസിന്റെ വെളിപ്പെടുത്തൽ തെറ്റിദ്ധാരണ പരത്തിയെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ. മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം. ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി നൌഷാദ്. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയെന്ന നൌഷാദ്. പ്രതികരണം: വിദേശത്തു നിന്ന് ഫേസ്ബുക്ക് വീഡിയോ വഴി ആത്മഹത്യ ചെയ്തതിനാൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. നാട്ടിലെത്തിയാൽ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും നൌഷാദിന്റെ വീഡിയോ സന്ദേശം. ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള സംഘർഷത്തിൽ കേരള VCയുടെ റിപ്പോർട്ടിനെതിരെ ഇടത് സെനറ്റ് അംഗങ്ങൾ. രജിസ്ട്രാറെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ നേരിടും. സെനറ്റ് ഹാൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിച്ചത് ചർച്ച ചെയ്യണം. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ട് VCക്ക് കത്ത് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 8 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ആദ്യം ഘാനയിലേക്ക് 5 രാജ്യങ്ങൾ സന്ദർശിക്കും. പ്രധാനമന്ത്രി സന്ദർശിക്കുക ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടേത് 10 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ വിദേശ പര്യടനം. ഗാസയിൽ വെടിനിർത്തലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്നും ട്രംപ്. വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായും സംസാരിക്കും. ഹമാസ് കരാർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ്. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് ഇന്ന് ബർമിംഗ്ഹാമിൽ തുടക്കം. ആദ്യ മത്സരം പരാജയപ്പെട്ട ഇന്ത്യ ജയം തേടിയിറങ്ങും. ജസ്പ്രീത് ബുംറ ടീമിലുണ്ടോ എന്നതിൽ തീരുമാനമായില്ല. പ്ലേയിങ് 11-ൽ മാറ്റമില്ലാതെ ഇംഗ്ലണ്ട്.